നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും പൾപിറ്റിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ് അല്ല, മറിച്ച് നമ്മൾ നേരത്തെ HSSC മത്സര പരീക്ഷയ്ക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. 25 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിനൈസൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാറേ. ഈ പറയുന്ന HSSC ജനറൽ പേപ്പറിൽ റിനൈസൻസ്, നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ്, ആ റിനൈസൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, റിനൈസൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്, തീവ്രം 1.0. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2026 നടക്കുന്ന HSSC മത്സര പരീക്ഷയിൽ റിനൈസൻസിൽ മുഴുവൻ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെഷൻ ആണല്ലോ ഇത്. ഇതിൽ 2026 നടക്കുന്ന പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. വളരെ പറയുന്നുണ്ട്, അതായത് സാറേ ഒരു സിലബസ് 100% ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അതിന്റെ ഒരു 60-40 പകുതിയിലധികം ക്വസ്റ്റ്യൻസുകളും പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി പിടിച്ചാൽ തന്നെ നല്ലൊരു സ്കോർ നമുക്ക് അവിടെ നേടാൻ കഴിയും. ഇത് കഴിഞ്ഞ നമ്മുടെ ഇംഗ്ലീഷ് HSSC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 5 റിനൈസൻസ് ചോദ്യം ചോദിച്ചു. അതിലൊരു ചോദ്യമാണ്, AG വേലായുധൻ എ ഫ്രീഡം ഫൈറ്റർ ഡൈഡ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രഗിൾ. അതായത് AG വേലായുധൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ താഴെ പറയുന്നതിൽ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് മരിച്ചതെന്നാണ്. പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹ, ഓപ്ഷൻ ബി ഗുരുവായൂർ സത്യാഗ്രഹ, ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹ, ഓപ്ഷൻ ഡി കുട്ടംകുളം സത്യാഗ്രഹം. ഇത് ഉത്തരം സാറ് പറഞ്ഞു കഴിഞ്ഞു. പാലിയം സത്യാഗ്രഹം. അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഈ പാലിയം സത്യാഗ്രഹം എന്തുമായി ബന്ധപ്പെട്ടതാണ് സാർ? ഇതൊരു ടെമ്പിൾ സ്ട്രൈക്കാണ്, ഒരു ക്ഷേത്ര സമരം. ഈ വൈക്കം സത്യാഗ്രഹം ഒരു ക്ഷേത്ര സമരമാണ്, ഗുരുവായൂർ സത്യാഗ്രഹം ഒരു ക്ഷേത്ര സമരമാണ്. ഈ ക്ഷേത്ര സമരങ്ങളിൽ നിന്ന് ഒരു മാർക്ക് ചോദിക്കും സാറേ. കഴിഞ്ഞ തവണ ഒരു എക്സാമിന് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാമത്തെ വാർഷികം, അതെ 1924-25 നടന്നതാണ് വൈക്കം സത്യാഗ്രഹം. അതിന് 100ാം വാർഷികമാണ് 2024-25. അപ്പൊ അതേപോലെ ഈ പറയുന്ന മത്സര പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ടെമ്പിൾ സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ഷേത്ര സമരങ്ങൾ. നവോത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ എന്താ പറയുക, ദുരാചാരങ്ങൾ, അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഈ സമരങ്ങൾ അല്ലെ, അതിൽ നിന്നൊരു മാറ്റം. ആ മാറ്റമാണ് ഈ പറയുന്ന സ്ട്രഗിൾ അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രധാന. ഇത് പറയുമ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു ഓർമ്മ വന്നൊരു ചോദ്യം ഉണ്ടായി. കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി പലപ്പോഴും അവിടെ നമ്മളെ കുഴപ്പിക്കുന്നതാണ്. അതായത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ അറിയോ, ഈ പാലിയം സത്യാഗ്രഹത്തിൽ AG വേലായുധനാണോ ആ ഉത്തരവെന്ന്? ഒരിക്കലും അല്ല. ഫസ്റ്റ് മാർട്ടയർ ഓഫ് പാലിയം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ, അതായത് ഫസ്റ്റ് മാർട്ടയർ ഓഫ് പാലിയം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ AG വേലായുധനും, ഫസ്റ്റ് മാർട്ടയർ ഓഫ് കേരള റിനൈസൻസ് എന്ന് എടുത്തു ചോദിക്കും, അതായത് കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി. അതിന് ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യമുണ്ട്. മുക്കുത്തി സമരമുണ്ട്, അച്ചിപ്പുടവ സമരമുണ്ട്. 2 സമരങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അച്ചിപ്പുടവ സ്ട്രൈക്ക്, മുക്കുത്തി സ്ട്രൈക്ക്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്, കഥകളിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണ്? കഥകളിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സാറേ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടും. ഗുരുവിന്റെ ഗുരു അല്ല, ഗുരുവിന്റെ മുൻഗാമി, പൈനിയർ ഓഫ് ഗുരു എന്നറിയപ്പെടും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു സാറേ? അതിന് പ്രധാന കാരണം ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തുന്നു. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1846 ആലപ്പുഴ ജില്ലയിലെ മംഗലം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുവിന്റെ മുൻഗാമി കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ പോയ സാറേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഹു ഇനാഗുറേറ്റഡ് പാലിയം സത്യാഗ്രഹം? ഇത് ജനറൽ കേസിലൊക്കെ സാധാരണ ഡയറക്റ്റ് ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും അല്ല, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. ഓപ്ഷൻ എ സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ പാലിയം സത്യാഗ്രഹ ഇനാഗുറേറ്റഡ് ബൈ എന്ന് ചോദിച്ചാൽ സി കേശവൻ. അപ്പൊ ഈ പറയുന്ന പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ സി കേശവനും ഒരാളുണ്ട് AG വേലായുധനും. ഈ പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947-48 ഈ 1947 ഒരു പ്രത്യേകതയുണ്ട് സാറേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം 1947.
അപ്പൊ ഈ 1947-48 പാലിയം സത്യാഗ്രഹം നടക്കുന്നു. പാലിയം സത്യാഗ്രഹം കണ്ടക്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ സാറേ ചേന്ദമംഗലം എന്നറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമരമാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത്, പ്രബുദ്ധ കേരളവും ഊറ്റം കൊള്ളുന്ന ഞാനും സാറും ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾ ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടക്കുക. അതിന്റെ പേരാണ് പാലിയം സത്യാഗ്രഹം. ഓക്കെ, ഇപ്പൊ പാലിയം സത്യാഗ്രഹത്തിന്റെ ഫസ്റ്റ് മാർട്ടയർ എന്നറിയപ്പെടുന്നത് AG വേലായുധൻ. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തിരിയരുത്, ഫസ്റ്റ് മാർട്ടയർ ഓഫ് കേരള റെനൈസൻസ് ആരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇത് ഫസ്റ്റ് മാർട്ടയർ ഓഫ് പാലിയം സത്യാഗ്രഹ AG വേലായുധൻ. അപ്പൊ ഈ പറയുന്ന സാറേ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും അവർ പഠിക്കണം. അപ്പൊ സാറ് പറഞ്ഞ കാര്യം മറക്കരുത്. സാറ് പറഞ്ഞത് എന്താ? വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികം സാറേ ഈ പൽപ്പുവിന്റെ 75ാമത്തെ ചരമവാർഷികം കൂടിയാണ് 2026. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന്, അതായത് റിനൈസൻസിൽ നിന്നും വേണമെങ്കിൽ കറണ്ട് അഫേഴ്സിൽ ആനിവേഴ്സറികളായിട്ട് ചോദിക്കാം. അപ്പൊ മറ്റൊരു ചോദ്യം സാറേ, അടുത്തൊരു ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അപ്പം പല ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിക്കാറുണ്ട് സാറേ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇല്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണിത്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് പണ്ഡിറ്റ് കറുപ്പൻ. സാർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നവോത്ഥാന നായകനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ഒരു ഡൗട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ അതിന്റെ സോഴ്സ് നമുക്ക് ഏതായിട്ട് എടുക്കാൻ പറ്റും? സാറേ ഒന്നാമത്തെ സോഴ്സ് SCRT വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ സാർ നേരത്തെ പറഞ്ഞ തന്നെ SCRT ഉണ്ടെങ്കിൽ എന്തും പഠിക്കണം. അതുപോലെ NCRT പഠിക്കണം. പിന്നെ നവോത്ഥാന നായകന്മാരൊക്കെയാണ് കൂടുതൽ. അതിൽ കേരള റെനൈസൻസ് ലീഡേഴ്സും ഉണ്ട്. പിന്നെ ഈ പറയുന്ന ശ്രീധര മേനോൻ സാറിന്റെ ശ്രീധര മേനോൻ അദ്ദേഹത്തിന്റെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട അതിനകത്ത് കുറച്ച് കണ്ടന്റേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ പറയുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റുകളെല്ലാം സാറ് കയ്യിൽ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സാറേ, എ മെമ്പർ ഓഫ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പണ്ഡിറ്റ് കറുപ്പനെ അറിയപ്പെടുന്ന പേര് പോലും, പണ്ഡിറ്റ് കറുപ്പനെ അറിയപ്പെടുന്ന പേര് ഫസ്റ്റ് ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചിൻ. കൊച്ചിയിൽ നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പൊ അദ്ദേഹം ഒരു കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പർ ആണെന്ന് പറയുമ്പോൾ ശരിയാണ്. ഇനി രണ്ടാമത് നോക്കിയ സാറേ, വർക്ക്ഡ് ആസ് ദി അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ അധസ്ഥിത എന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന അന്നത്തെ സമയത്ത് ഈ പറയുന്ന ജാതിയിൽ താഴ്ന്ന വിഭാഗം എന്ന് കരുതപ്പെടുന്ന ഡിപ്രസ്ഡ് ക്ലാസിന്റെ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അത് നമുക്ക് അറിയാവുന്നതാണ്. Then worked as a superintendent of vernacular education in Kochi. അപ്പൊ അതും ശരിയാണ്. നമുക്ക് അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കൊച്ചിയിലെ ഒരു നവോത്ഥാന നായകനല്ല. അപ്പൊ എന്തായാലും കൊച്ചിയിൽ പ്രാദേശിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തൊരു നവോത്ഥാന നായകൻ കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് നിൽക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? സോ ആൻസർ വരുന്നതാണെങ്കിൽ സാറേ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ഡി ആ സാറേ. 1, 2 and 3 ഇത് 3 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ് ശരിയാണ്. ഇത് കഴിഞ്ഞ തവണത്തെ HSSC ഇംഗ്ലീഷ് പരീക്ഷയുടെ സാർ ഇവിടെ ഒരു എലിമിനേഷൻ ട്രിക്സ് കൂടി ഉപയോഗിക്കാം. ഇവിടെ ഇത് ശരിയാണെങ്കിൽ ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 അറിയാമെങ്കിൽ ഇതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഒരു 50-50 നമുക്കൊരു ഓപ്ഷൻ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ കഴിയും. സോ അവിടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്സ് ആരെ കുറിച്ചാണോ പഠിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ സാറേ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട എനിക്ക് ഓർമ്മ ജാതി കുമ്മി, 3 പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് സാറ് പറഞ്ഞത് തന്നെ. എന്തൊക്കെയാ സാറേ? ഉദ്യാന വിരുന്ന്, ജാതി കുമ്മി, അതുപോലെ തന്നെ ബാലകലേശം. എന്തായിരുന്നു എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ബാലകലേശത്തിന്? കുട്ടികൾക്ക് വേണ്ടിയല്ലേ സാർ? കുട്ടികൾക്ക് വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് ബാലകലേശം. അങ്ങനെ ധാരാളം പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്ന കായൽ സമ്മേളനം, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ലേക്ക് കോൺഫറൻസ്. കൂടാതെ ഒരു പേര് കൂടി ഉണ്ടായിരുന്നല്ലോ 1913 കായൽ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഈ പറയുന്ന പണ്ഡിറ്റ് കറുപ്പൻ. അപ്പൊ അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സമാജം ഉണ്ടായിരുന്നല്ലോ സാറേ, സമാജം. അവിടെ നമ്മളെ കുഴപ്പിച്ച് കളയും. അരേ സമാജമുണ്ട്, അരേ വംശ പരിപാലന യോഗമുണ്ട്. അങ്ങനെ ഒരുപാട് കൺഫ്യൂസിംഗ് ഫാക്ട്സ്. അരേ വംശ പരിപാലന യോഗം വേലിക്കുട്ടി അരേന്റെ. അരേ സമാജമാണ് ആരുടെ? പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. സഹോദരൻ അയ്യപ്പൻ സ്റ്റാർട്ടഡ് എ ന്യൂസ് പേപ്പർ കാൾഡ് വേലക്കാരൻ ഫോർ ദി ലേബേഴ്സ് അറ്റ്. അതായത് സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ
വേലക്കാരൻ എന്നറിയപ്പെടുന്ന ഒരു മാഗസിൻ അല്ലെങ്കിൽ മാസിക സ്ഥാപനം തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെ ലേബേഴ്സിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന മാഗസീൻ ഏതെന്നാണ് ചോദ്യം. അത് എവിടെയാണ് സ്ഥാപിച്ചത്? വേറെ ഒന്നുമില്ല, കേരളത്തിൽ തൊഴിലാളികളൊക്കെ തൊഴിലാളി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റൻ ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ് എന്നാൽ ഇത് നമ്മുടെ ഈ NCERT-യിലോ SCERT ഒന്നുമില്ലാത്ത കണ്ടന്റ്. പക്ഷെ നമ്മൾ ക്ലാസ്സുകളിൽ ഈ ഡിസ്കസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സാറേ നമുക്കറിയാം ഇദ്ദേഹം ഒരു സംഘം സ്ഥാപിച്ചിട്ടുണ്ട്, സഹോദര സംഘം. ഏത് വർഷമായിരുന്നു സാർ സഹോദര? 1917 സാറേ സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിക്കുന്നത്. അതേ 1917 അദ്ദേഹം മിശ്ര ഭോജനം എന്നറിയപ്പെടുന്നത്. അതിന് ഇംഗ്ലീഷ് വാക്കുകൂടി ഉണ്ട്, ഇന്റർ ഡൈനിങ്, അതും അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്രയും കൂടെ ഈ പറയുന്ന ക്വസ്റ്റ്യന്റെ കടുപ്പം കൂടും. കോസ്മോപൊളിറ്റൻ ഡിന്നർ കണ്ടക്ടഡ് ബൈ അല്ലെങ്കിൽ ഇന്റർ ഡൈനിങ് കണ്ടക്ടഡ് ബൈ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഉത്തര സഹോദരൻ അയ്യപ്പന. അതിന്റെ വർഷം എത്ര തന്നെയാണ്? 1917. അതിന്റെ 100ാം വാർഷികമാണ് 2017. 110ാം വർഷം 2027. അതുപോലെ ഇദ്ദേഹത്തിന്റെ മിശ്രഭോജനം പറഞ്ഞപ്പോൾ കുറെ ഭോജനങ്ങൾ നമ്മുടെ നവോത്ഥാനത്തിൽ പഠിക്കാനുണ്ട്. പട്ടി സദ്യ, അതുപോലെ പട്ടി സദ്യ എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികൾ. അതുപോലെ തന്നെ സാർ ഏതാ നമ്മുടെ പന്തി ഭോജനം. പന്തി ഭോജനം അത് തൈക്കാടയാണ്. സമപന്തി ഭോജനം ഉണ്ട്, അത് വൈകുണ്ഠ സ്വാമികളുടെ. കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രീതി ഭോജനം. പ്രീതി ഭോജനം എന്നറിയപ്പെടുന്നത് വാക്പടാനത്ത്. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓരോ പാക്കേജുകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ക്യാപ്സ്യൂൾ ആയിട്ട് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കൂടി തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ ആലപ്പുഴയാണ്. സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന നവോത്ഥാന നായകൻ, വേലക്കാരൻ എന്നറിയപ്പെടുന്ന മാഗസിൻ സ്ഥാപിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണെന്ന് മാത്രം ഓർക്കുക. അവിടെ സാറേ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വേലക്കാരൻ എന്നറിയപ്പെടുന്ന മാസിക ആരുടേതാണ്? സഹോദരനായി. പക്ഷെ യജമാനൻ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. യജമാനൻ എന്ന മാസിക സ്ഥാപിച്ചത് വാക്പടാനൻ തന്നെ. വേലക്കാരൻ സഹോദരനായി, യജമാനൻ വാക്പടാനൻ. അടുത്ത ക്വസ്റ്റ്യൻ സാറേ, ഹൂ റോട്ട് വർക്ക് എന്റെ ശ്രീകോവിൽ? നമുക്കറിയാം ഈ പറയുന്ന റിനേസൻസ് ലീഡേഴ്സിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കണ്ടന്റ് ആണ് നവോത്ഥാന കൃതികളും അത് എഴുതിയ ആളുവാരാണ്. നമ്മൾ സാറ് തന്നെ നേരത്തെ പറഞ്ഞു, ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം എന്നറിയപ്പെടുന്ന 3 ടെക്സ്റ്റ് എഴുതിയതാണ്. നവോത്ഥാന നായകന്മാരിൽ ഒട്ടുമിക്ക നായകന്മാരും പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരുപാട് പുസ്തകങ്ങൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതല്ല ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതിൽ ഏറ്റവും നമ്മുടെ റിനേസൻസ് ഈ പറയുന്ന സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് CV കുഞ്ഞിരാമനെ പറ്റി. അദ്ദേഹത്തിന്റെ വർക്കാണ് എന്റെ ശ്രീകോവിൽ. സാറേ എന്റെ ശ്രീകോവിൽ എന്ന വർക്ക് CV കുഞ്ഞിരാമന്റെ. ഈ CV കുഞ്ഞിരാമനെ അറിയപ്പെടുന്ന 2 പേരുകളുണ്ട്. ഒന്ന് തീയൻ, മറ്റൊന്ന് പേര് സിംഹളൻ. കേട്ടിട്ടുണ്ട്. സിംഹളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി CV കുഞ്ഞ്. സാർ ഇദ്ദേഹം ഒരു പത്രം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, കേരള കൗമുദി. അതിന്റെ വർഷം 1911. 1911 CV കുഞ്ഞിരാമൻ ഈ കേരള കൗമുദി എന്ന് പറയുന്ന പത്രം ഇപ്പോഴും ഉണ്ടല്ലോ സാർ? ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ ഏക ദിനപത്രമാണ് കേരള കൗമുദി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പത്രങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി പലപ്പോഴും കേരള റിനേസൻസ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ തന്നെ ഇവരുടെ മൊഡ്യൂളിലുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നല്ല മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകും. സാറേ ന്യൂജൻ ചോദ്യമാണിത്. അതായത് കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ്, താഴെ പറയുന്നവയിൽ ജോഡികൾ പരിശോധിക്കുക. ഞാനിത് കണ്ടപ്പോ എനിക്ക് ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലേ സാർ? അപ്പൊ ഒന്ന് മിതവാദി, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പേര് മാച്ച് ചെയ്യാനാണ്. മിതവാദി ആരായിരുന്നു? കുമാരനാണ് മിതവാദി എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പറിൽ ജേണൽ സ്ഥാപിക്കുന്നത്. ധർമ്മപോഷിണി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അരേ വംശ പരിപാലന യോഗം എന്നറിയപ്പെടുന്ന സംഘടന ഫോം ചെയ്ത വേലുക്കുട്ടി അരേന്റെയാണ് ധർമ്മപോഷിണി എന്ന ന്യൂസ് പേപ്പർ. ദെൻ ചേരമാർ ദൂതൻ. ഈ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നമുക്ക് കാണാം. ചേരമാർ മഹാജനസഭ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. അത് ഫോം ചെയ്തത് പാമ്പാടി ജോൺ ജോസഫ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ചേരമാർ ദൂതൻ എന്തായാലും ആര് വരത്തില്ല, ഈ പാമ്പാടി ജോൺ ജോസഫ് ആണ് വരുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഇനി അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വായിക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൈ കാണുന്നതാണ് അല്ലെ? ഒന്ന് ശരിയാണ്, 2ഉം ശരിയാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവന ഈ പറയുന്ന ഇതിലില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം അല്ലെ സാറേ? ഇത് എലിമിനേറ്റ് ചെയ്തോളാം. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇതല്ലെങ്കിൽ ഇതായിരിക്കും, A അല്ലെങ്കിൽ B ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. വേലക്കാരൻ, സഹോദരൻ, യജമാനൻ, അപ്പൊ 1, 2, 4 B ആണ് ശരിയായിട്ട്.
സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആദ്യം വ്യക്തമായിട്ട് വായിക്കും. സാർ ഇതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അറിയേണ്ടത് കണ്ടന്റ് അറിയണം. ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 മാഗസിനിൽ യജമാനൻ വാഗ്പടാനന്ദന്റെ ആണ്, മിതവാദി മൂർക്കോത്ത് കുമാരന്റെ ആണ്. ഈ 2 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം 1 4 ആൻസർ ആയിട്ട് അറിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 4 ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല. ഇല്ല, ഓപ്ഷൻസ് വൈസ് നിങ്ങൾ നല്ല രീതിയിൽ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ സാർ ഇനി പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കണ്ടന്റുകൾ. അദ്ദേഹത്തിന്റെ ലൈഫ് പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. 1887 അദ്ദേഹം ജനിക്കുന്നത്, 1940 മരിക്കുന്നു. അദ്ദേഹം വർക്ക് ചെയ്തത് മൊത്തം കേരളത്തിലെ ചേരമാർ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അതിന്റെ എംപവർമെന്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. ഈ പറയുന്ന അദ്ദേഹം ഫോം ചെയ്ത സംഘടനയുണ്ട് സാർ, നമ്മൾ നേരത്തെ മഹാജനസഭ വളരെ ഇമ്പോർട്ടന്റ്, പലപ്പോഴും BC ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി. ഈ സംഘടന ഫോം ചെയ്തത് 1921 അദ്ദേഹം ഒരു മാഗസിൻ ഫോം ചെയ്തു. ആ മാഗസിന്റെ പേര് സാധുജന ദൂതൻ എന്നാണ്. അത് ഫോം ചെയ്യുന്നത് 1910. അതെ, ഇപ്പൊ പറഞ്ഞല്ലോ സാറേ, നേരത്തെ സാധുജന ദൂതൻ എന്ന് പറയുന്ന മാഗസിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാണ്, ചേരമാർ ദൂതൻ എന്ന് പറഞ്ഞാൽ. ചേരമാർ ദൂതൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ സാധുജന ദൂതൻ തന്നെയാണ്. അപ്പൊ സാധുജന പരിപാലനി എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. സാധുജന പരിപാലനി എന്നറിയപ്പെടുന്ന മാഗസിൻ ഫോം ചെയ്തത് അയ്യങ്കാളിയാണ്. ഇത് സാധുജന ദൂതൻ. ഇത് തന്നെയാണ്. പത്രമാണോ അത് മാഗസീനാണോ എന്ന് കൂടി നോക്കി മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ 2 പ്രധാനപ്പെട്ട വർക്കുകളുണ്ട്. ചെറുമ ബോയ് എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് അദ്ദേഹത്തിന്റേതാണ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും സാധാരണ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതി. അതായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയാം അവരുടെ ഇടയിൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന. അപ്പൊ 1931 ഹി ബിക്കേം ദി മെമ്പർ ഓഫ് ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായി. അപ്പൊ സാറ് വേറെ ഒന്നുമില്ല, ഇങ്ങനത്തൊക്കെയുള്ള ചോദ്യം സോർട്ട് ചെയ്ത് അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വലിയൊരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ശ്രീനാരായണഗുരു പഠിക്കണോ, അയ്യങ്കാളി പഠിക്കണോ, തൈക്കാടായി പഠിക്കണോ, നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ചെയ്യേണ്ടത് ആദ്യം മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ആദ്യം സിലബസ് പഠിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ്. അതിനുശേഷം അപ്പൊ നിങ്ങളുടെ ഒപ്പം നമ്മുടെ പൾപിറ്റ് ഉണ്ട്, തീവ്രം 1.0 കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.